ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ നടന്ന ലൈംഗിക പീഡനത്തെയും മതപരിവർത്തന ശ്രമങ്ങളെയും കുറിച്ചുള്ള പരാതിയിലെ എഫ്ഐആർ വിവരങ്ങൾ പുറത്തുവന്നു. 18 മുതൽ 25 വയസ്സ് വരെയുള്ള ജീവനക്കാരാണ് നരാധമന്മാരുടെ ക്രൂരതയ്ക്ക് ഇരയായത്. 2022 മുതൽ 2026 ഏപ്രിൽ വരെയുള്ള സമയത്ത് നടന്ന വിവിധ സംഭവങ്ങളാണ് പരാതിയിലുള്ളത്. 2022-26 വരെയുള്ള കാലയളവിൽ പരാതിക്കാരിയുടെ മതവികാരം വ്രണപ്പെടുത്തുകയും മറ്റൊരു പ്രതി വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പലതവണ യുവതിയെ പീഡിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പ്രതികളിൽ ഒരാൾ കമ്പനിയുടെ ലോബിയിൽ വെച്ച് യുവതിയെ കയറി പിടിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും പരാതിയുണ്ട്. 2023-26 കാലയളവിലും പ്രതികൾ യുവതിയോട് മോശമായി പെരുമാറുകയും ഇത് യുവതി കമ്പനിയുടെ ഹെഡ് ഓഫീസറെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അധികൃതരുടെ ഈ നിസ്സംഗത പ്രതികൾക്ക് സഹായമായെന്ന് എഫ്ഐആറിൽ പറയുന്നു. 2025-ലും പ്രതികളിൽ ഒരാൾ പരാതിക്കാരിയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് മോശം ചോദ്യങ്ങൾ ചോദിക്കുകയും തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ തൊട്ട് അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്തു. ഓഫീസിൽ ജോലി ചെയ്യുന്നതിനിടയിൽ മതവികാരം വ്രണപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. പരാതിക്കാരിയെ കൊണ്ട് നിർബന്ധിച്ച് നമസ്കാരം ചെയ്യിച്ചുവെന്നും മാംസാഹാരം കഴിക്കാൻ നിർബന്ധിച്ചുവെന്നും കൂടാതെ ഹിന്ദുമതം ഉപേക്ഷിക്കാൻ യുവതിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയതായും എഫ്ഐആർ വ്യക്തമാക്കുന്നു. പ്രതികൾ പരാതിക്കാരിയെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്തു, അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുകയും മോശം രീതിയിൽ സ്പർശിക്കുകയും ചെയ്തതിനാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനിടെ ആരോപണ വിധേയരായ ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി കമ്പനി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. പീഡനങ്ങൾക്കും ഭീഷണികൾക്കും എതിരെ കമ്പനിക്ക് സീറോ ടോളറൻസ് നയമാണുള്ളതെന്ന് TCS വ്യക്തമാക്കി. മാർച്ച് 26-ന് ദേവ്ലാലി പോലീസ് സ്റ്റേഷനിൽ ഒരു വനിതാ ജീവനക്കാരി തന്റെ സീനിയർ ഉദ്യോഗസ്ഥനെതിരെ ബലാത്സംഗ പരാതി നൽകിയതോടെയാണ് ഞെട്ടിക്കുന്ന പീഡന വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. തുടർന്ന് 8 പേർ കൂടി ലൈംഗികാതിക്രമണം ആരോപിച്ച് മുംബൈ നാഗ പോലീസ് സ്റ്റേഷനെ സമീപിച്ചു. ഇതോടെ മാർച്ച് 26-നും ഏപ്രിൽ 3-നും ഇടയിലായി വിവിധ പരാതികളിന്മേൽ ആകെ 8 എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി അറിയിച്ചു. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും TCS കൂട്ടിച്ചേർത്തു.